അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിലെ പിഴവാണോ? ബോയിങ്ങിനെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വ്യോമയാന മന്ത്രാലയം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വൈകാതെ പരസ്യപ്പെടുത്തുമെന്നാണ് സൂചന. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം ഈ എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന്റെ അപാകതയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ച ആ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടെന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വ്യോമയാന രംഗത്തെ പല കാര്യങ്ങളും എഴുതുന്ന, പറയുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി കൂടിയായിട്ടുള്ള എയർ കറണ്ടാണ് എന്നുള്ളതും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. വിമാനത്തിൻ്റെ FDR അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഒപ്പം തന്നെ CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ബ്ലാക്ക് ബോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഇതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാരണം വിമാനത്തിൻ്റെ എൻജിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നതും ഒരുപക്ഷേ നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ തന്നെ ഇതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണം കൂടി വന്നേക്കാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറിൻ്റെ സ്റ്റാർട്ട് സ്വിച്ചും എഞ്ചിനും പോലെ തന്നെയാണ് വിമാനത്തെ സംബന്ധിച്ച് വിമാനത്തിൻ്റെ എഞ്ചിനും അതുപോലെ തന്നെ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നതും. ഇത് വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് സമയത്ത് മുതൽ തന്നെ ഓണാക്കിയിടുന്നതാണ്. അതായത് വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി ഇത് ഓഫാക്കി കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് പോകുന്ന ഫ്യൂവൽ സപ്ലൈ കട്ടായി പോവുകയും വിമാനത്തിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കാതാകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. അത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് കൂടിയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇപ്പോൾ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും, അപകടങ്ങളിലേക്കായിരിക്കും അത് വഴിവെക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. ഇത് അബദ്ധത്തിൽ പൈലറ്റുമാർക്ക് ഈ സ്വിച്ച് ഓഫാക്കാൻ സാധിക്കില്ല. അതിന് കാരണം ഈ സ്വിച്ചിന് ചുറ്റും ഒരു കവചമുണ്ട്, ഒരു മെറ്റൽ ക്യാപ്പുമുണ്ട്. അത് ഊരാതെ, അത് പൊക്കി മാറ്റാതെ ഒരിക്കലും ഈ സ്വിച്ച് ഓണോ ഓഫോ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റുമാരുടെ കൈ തട്ടിയോ അബദ്ധത്തിലോ ഈ എൻജിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫായി പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ അന്വേഷണ ഏജൻസികൾ പങ്കുവെക്കുന്ന കാര്യം. ഒപ്പം ഈ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു മെക്കാനിക്കൽ ഫെയിലിയർ അല്ല ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യവും, ഒപ്പം തന്നെ പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നും കാര്യമായിട്ടുള്ള പിഴവൊന്നും ഉണ്ടായിട്ടില്ല എന്നും. ഒപ്പം രണ്ട് കാര്യങ്ങൾ കൂടി അവർ ഒഴിവാക്കുന്നുണ്ട്. അതായത് അപകടത്തെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫ്ലാപ്പുകളെ സംബന്ധിച്ച് ഒരു നിഗമനമായിരുന്നു ഫ്ലാപ്പുകൾ ഡിപ്ലോയ് ചെയ്യുന്നതിലെ പിഴവ്. അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തേത് ഫ്യൂവൽ കണ്ടാമിനേഷൻ, ഫ്യൂവലിൽ അതായത് ഇന്ധനത്തിൽ എന്തെങ്കിലും തരത്തിൽ വിഷാംശം ഉണ്ടായിട്ടുണ്ടാകാം. അത് പിന്നീട് വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് പ്രവേശിച്ച് അതിന് പ്രവർത്തനം നിലച്ചതാകാം എന്നുള്ളൊരു നിഗമനം കൂടിയുണ്ട്. ഇത് രണ്ടും എന്തായാലും റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ രണ്ടുമല്ല വിമാനത്തിൻ്റെ അപകടം ഉണ്ടാകാനുള്ള കാര്യമെന്നും. ഈ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയറിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് തെറ്റായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവിടെ പിഴവുണ്ടാകുന്നത് ബോയിങ്ങിനാണ് എന്നുകൂടി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇത്തരത്തിലൊരു ഇലക്ട്രിക്കൽ ഫെയിലിയർ ഈ ബോയിങ് 787 വിമാനത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദി ബോയിങ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി. മറിച്ച് മറ്റ് ഡിസൈൻ ഫോൾട്ടോ ഈ വിമാനത്തിൻ്റെ എഞ്ചിനുകൾ, അത് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ എഞ്ചിനാണ്, ആ എഞ്ചിൻ നിർമ്മിച്ച കമ്പനികളുടെ ഭാഗത്തല്ല അവിടെ ഒരു പിഴവുണ്ടായിരിക്കുന്നതും തീർച്ചയായിട്ടും ആ ചൂണ്ടുവരകൾ എല്ലാം പോകുക അത് ബോയിങ്ങിലേക്കായിരിക്കും എന്നുള്ളത് കൂടിയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം.